വ്യത്യസ്ത രീതിയിലുള്ള ഒരു പാവയ്ക്ക തീയൽ കണ്ടു നോക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പാവയ്ക്ക തീയൽ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പാവയ്ക്ക തീയലിന് പാവയ്ക്ക ഏതാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ വട്ടത്തി അരിഞ്ഞ് തന്നെ മേടിച്ചാൽ കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തീയലിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെറുള്ളി ഉണ്ടെങ്കിൽ അത് ചെറുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാനിപ്പോൾ 2 സവാള അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വേണേൽ അരിഞ്ഞ് വേണേലും എടുക്കാം. പിന്നെ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടിയാണെങ്കിൽ 1/4 ടേബിൾ സ്പൂണ്, പിന്നെ അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 അല്ലി എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്, അത് കാരണം കൊണ്ടാണ് 3 അല്ലി എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജീരകം ഒരു 1/4 ടേബിൾ സ്പൂണ്, പിന്നെ ഇത് തോട്ടുപുളിയാണ്. നമ്മൾ മീനിനൊക്കെ എടുത്തില്ലേ, മീനിന് വളംപുളി ഇടുന്നവരും ഉണ്ട്, പക്ഷേ ഞങ്ങളിവിടെ ആണെങ്കിൽ തോട്ടുപുളിയാണ് എടുത്തത്. അത് ഒരു തോട്ടുപുളി ആണെങ്കിൽ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വളംപുളി ആണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അതും ചേർക്കാൻ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് തേങ്ങയാണ്, വറുത്തെടുക്കാനുള്ള തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൽ വെക്കാം കേട്ടോ. അപ്പോൾ തീയലിനാണെങ്കിൽ തേങ്ങയാണെങ്കിൽ നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ തേങ്ങയാണെങ്കിൽ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം, അല്ലേ അമ്മേ? പറഞ്ഞു കുഴപ്പമില്ല. ഇളക്കാം, നോക്കണോ? തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങ നല്ല ബ്രൗൺ നിറത്തിലാകണം കേട്ടോ, അന്നേരമാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു തീയലിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല, ഒരു പച്ചച്ചോയ എടുക്കും. അപ്പം നന്നായിട്ടത് മൂത്ത് കിട്ടട്ടെ. ഈ നമ്മുടെ ഫ്രീസറിലിരുന്ന തേങ്ങയാണ്, അതുകൊണ്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു വെള്ളമയം കൂടുതൽ കാണും. അത് നന്നായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ ആദ്യം ആണെങ്കിൽ തീയൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ച് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് അതിൻ്റെ വെള്ളമയൊക്കെ പറ്റി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പയ്യെ ഇളക്കി എടുക്കുക. അതിന് ഒരു ബ്രൗൺ നിറത്തിലാകട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാണ് തീയിട്ടേക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലോയിൽ കണ്ടങ്ങ് പോകുമ്പം ലൈക്കൊന്നും ചെയ്യാതെ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും അറിയിക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെ തീയലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പലരും പല രീതിയിൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് നോക്കുക, നമുക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലേ? ഇനി നമുക്ക് ഇപ്പം നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് തേങ്ങ. അപ്പം നമുക്കിനി ഓരോ പൊടികളാണെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അത് ഫുള്ളിടാനുള്ളതല്ലേ, അപ്പോൾ ഫുള്ളങ്ങ് ഇട്ടു. അല്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം, മഞ്ഞൾപ്പൊടി പിന്നിടാൻ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇപ്പോൾ ഇട്ടിട്ട് അത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. തീയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുക. പിന്നെ അതുപോലെ ചിലരുണ്ട് പൊടികളിടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. പിന്നെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാം നമ്മളെടുത്ത് നമ്മുടെ അടുത്ത് വെച്ചിട്ട് കറിയൊക്കെ റെഡിയാക്കുവാണെങ്കിൽ ഇത് കരിഞ്ഞ് പോകത്തൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് മൂത്തു കേട്ടോ. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റാം. ഇതിൽ
നമ്മൾ ജീരകവും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കി പൊടികൾ നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നല്ലോ. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ചൂടാറാൻ വേണ്ടി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു തേങ്ങ വറുത്ത സെയിം പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ച് ഈ ഒരു പാവയ്ക്ക വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വാടി വന്നിട്ട് സവാള ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ചോപ്പ് ചെയ്തല്ലേ എടുത്തേക്കുന്നത്. അത് കാരണം കൊണ്ട് ഇതൊന്ന് വാടി വന്നൊരു മൂക്കാൻ ആകുമ്പോഴത്തേന് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അല്ല നിങ്ങൾ ചീവി അരിയുന്നെങ്കിൽ ഈ ഒരു പിന്നെ പാവയ്ക്കാണെങ്കിൽ ഒന്ന് വാടി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പാവയ്ക്ക നന്നായിട്ട് ഇതുണ്ട് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പാവയ്ക്ക അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിലേ ഇത്രയും എന്താ പറയുക സമയം നിങ്ങൾക്ക് വഴറ്റിയെടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ ആണെങ്കിൽ ഇത് ഇച്ചിരി കുറച്ച് വലിയ കഷ്ണങ്ങളാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് ജസ്റ്റ് കഴുകി എടുത്തതേ ഉള്ളൂ. അയ്യോ ഇപ്പം നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, പാവയ്ക്കാണെങ്കിൽ അധികം മൂത്ത് വന്നിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പാവയ്ക്ക മൂത്ത് കിട്ടി അങ്ങനെ തീയലുണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് നല്ലത്. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടമാണ്, പാവയ്ക്ക ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും ഒരു ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു പിന്നെ ഉള്ളിയൂടെ കിടന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേനെ കുറച്ചുകൂടി ഇത് മൂത്ത് കിട്ടുമല്ലോ. പിന്നെ നമ്മളോർക്കും ഇത്രയും മൂത്തിട്ടുള്ളോ കയ്പ്പെടുക്കത്തില്ലേന്ന് ഓർക്കും. പക്ഷെ കയ്പ്പെടുക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളി ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ആ പുളിയും ഉപ്പും ഇതെല്ലാം കൂടെ ബാലൻസ് ആയിട്ട് നമുക്ക് കയ്പ്പ് കിട്ടാറില്ല കേട്ടോ, കയ്പ്പ് എടുക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കയ്പ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ചെയ്തോ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ഒരു തീയലിൻ്റെ ഈ പാവയ്ക്ക തീയലിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നോക്കാം. മമ്മി സ്പെഷ്യലാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പണ്ടൊന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീയൽ തോരന് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. മെഴുക്ക് വരട്ടി പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ പറയുക മീൻ വറുത്തത് അല്ലേ, അതൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിയിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ ഉപ്പ് വീണ്ടും ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളി മീഡിയം ടൈപ്പിലുള്ള ഒരു തക്കാളിയാണെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അരിഞ്ഞെടുത്തിട്ടാലും മതി കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഒന്ന് പറ്റി വരണം. അപ്പോൾ അത് വഴറ്റിയെടുക്കട്ടെ. ഞാനാണെങ്കിൽ ആദ്യം കാണിച്ച കൂട്ടത്തിൽ ഈ തക്കാളി കാണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പാവയ്ക്കയും അതുപോലെ തന്നെ സവാളയും കൂടെ ആണെങ്കിൽ വഴറ്റി വന്നപ്പോഴാണ് അയ്യോ തക്കാളിയുടെ കാര്യം മറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തക്കാളി എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ സവാളയാണെങ്കിൽ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിനി ആ ഒരു അരപ്പാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, പാവയ്ക്ക ആണെങ്കിൽ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടില്ല. പാവയ്ക്ക
ഒരു വേവിച്ചെടുത്ത പരുവായത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ തീയൽ വെക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഒരുപാട് അങ്ങ് വേവിച്ചപ്പോൾ നമ്മൾ വറുത്ത് അങ്ങനെയൊക്കെ ടേസ്റ്റ് കൂടും, പക്ഷേ ഗുണങ്ങൾ കുറയും അതിനനുസരിച്ച്. അപ്പം നമ്മൾ വേണ്ട ഇതിനകത്തിലോട്ട് അരപ്പ് ഒഴിക്കുകയാണ്. ഇനി അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആണെങ്കിൽ ആഡ് ചെയ്ത് ചേർക്കും കേട്ടോ. അരപ്പ് നമ്മൾ നേരത്തെ അരപ്പ് അറിയാമല്ലോ, അതായത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പുളി ആക്കി വെച്ചിരുന്നില്ലായിരുന്നോ, ഒരു പുളിയായിരുന്നു, അതിൽ ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളമൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നിയാലും അതൊക്കെ നന്നായിട്ട് വറ്റിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്ന ഒരു താമസമുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക തീയലാണ്. അപ്പോൾ അധികം മൂപ്പിച്ചൊന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പാവയ്ക്ക തീയൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.